നമസ്കാരം. ഏറ്റവും ചൂടേറിയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സാധാരണക്കാരുടെ ജനകീയനായ സ്ഥാനാർത്ഥി ആരാണെന്ന ചോദ്യത്തിന് ഇടതുപക്ഷത്തിന്റെ മറുപടി പന്ന്യൻ രവീന്ദ്രൻ എന്ന പേരാണ്. അദ്ദേഹമാണ് ന്യൂസ് 18 ഡിന്നർ വിത്ത് കാൻഡിഡേറ്റിൽ നമുക്കൊപ്പം. ഒരുപാട് സന്തോഷം. ഈ തിരക്കിനിടയിൽ അങ്ങനെ ഒരു ഭക്ഷണ സമയത്തേക്ക് വിളിക്കുക എന്ന് പറയുന്നത് പോലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. എങ്കിലും ആ ഒരു സമയമാണല്ലോ നമുക്കൊരല്പം ഫ്രീ ആയിട്ട് ചോദിക്കാൻ പറ്റുക എന്നറിയാം. പ്രചാരണം ഇതിപ്പം 3-ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ. പൊതുവെ എങ്ങനെയാണ് പ്രചാരണം? അല്ല, ഇന്ന് ഇങ്ങനെയൊരു ഇടവേള കിട്ടിയതിൻ്റെ കാര്യം ഇന്ന് പെരുന്നാളായിരുന്നു. ആ പെരുന്നാളിൻ്റെ പരിപാടികളുമായിട്ട് രാവിലെ മുതൽ പുറപ്പെട്ടതാണ്. നമ്മുടെ സ്റ്റേഡിയത്തിലായിരുന്നു രാവിലത്തെ പരിപാടി. അത് കഴിഞ്ഞ ശേഷം പിന്നെ 2 അസംബ്ലി മണ്ഡലങ്ങളിൽ പോയി. ഉച്ചവരെ അങ്ങനെ ആ പരിപാടിയായിട്ട് പോയി. ഉച്ചയ്ക്ക് ശേഷം വേറെ വല്ല പരിപാടികളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വിശ്രമമില്ലാത്ത ഒരു സമയമാണിത്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോൾ ആ കാര്യത്തിന് റിസൾട്ട് വരുന്നവരെ മനസ്സ് വളരെ തീക്ഷ്ണമായിരിക്കും. അതിനെന്താ വേണ്ടത്? ഇത് എനിക്ക് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ 2ാമത്തെ മത്സരമാണ്. 2005 ഞാൻ ബൈ ഇലക്ഷനിൽ മത്സരിച്ചു. അന്നിവിടെ ഏറ്റവും കൂടുതൽ വോട്ട് എനിക്ക് കിട്ടി. 52% തൊട്ടാണ് നിന്നത്. എന്ന് പറഞ്ഞാൽ എബോവ് 50. അത് ഒരു വലിയ വിജയമായിരുന്നു. അന്ന് ഞാൻ വോട്ടർമാരോട് പറഞ്ഞു, നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. 40 മാസക്കാലം ഞാനിവിടെ MP ആയിരുന്നു. ആ 40 മാസക്കാലം കൊണ്ട് ഞാൻ ഈ 10 വർഷത്തിൽ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ 40 മാസം കൊണ്ട് ചെയ്തു. അതിലെനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇവിടുത്തെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് പലരും പറഞ്ഞ് കബളിപ്പിച്ച് പോവുക ചെയ്യുക. ഈ തെരഞ്ഞെടുപ്പിൽ 5 വർഷത്തേക്കാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ആ കാലത്തേക്ക് പറഞ്ഞ് കബളിപ്പിച്ച് പോവുക എന്നുള്ളതാണ് പലരുടെയും ഏർപ്പാട്. ഞാൻ അങ്ങനെയല്ല. എനിക്ക് കബളിപ്പിച്ച് ശീലമില്ല. നേരിൻ്റെ വഴി മാത്രമേ എനിക്കറിയൂ, വളഞ്ഞ വഴി അറിയില്ല. അതുകൊണ്ട് തന്നെ 40 മാസക്കാലം കൊണ്ട് ഇവിടെ ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധി ആയതുകൊണ്ട് ഈ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരുന്നു എൻ്റെ നോട്ടം. ഇപ്പം ഒരു സാധാരണ MP എന്ന് പറയുന്ന ഒരാൾ, നമുക്ക് നിയമപരമായുള്ള ചില ഏർപ്പാടുണ്ട്. MP ഫണ്ട്. ഈ ഫണ്ടിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഫണ്ട് കൊടുത്തില്ല എല്ലാവർക്കും, ഞാൻ ഹൈമാക്സ് വെച്ചില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് മാത്രമല്ല MP-ൻ്റെ ജോലി. MP ജനങ്ങളുടെ പ്രതിനിധിയാണ്. അവർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങാൻ കഴിയും അത് വാങ്ങണം. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഞാനൊരു ദിവസം ഇവിടുന്ന് യാത്ര തിരിച്ചപ്പം നമ്മുടെ കേരളത്തിൽ എല്ലാവരും ഓർക്കുന്നതാണ് അരുവിപ്പുറം ക്ഷേത്രം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദ്യത്തെ പ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ്. ആ സ്ഥലത്ത് ഞാനവിടെ ചെന്നപ്പോൾ റോഡ് താറുമാറായി കിടക്കുക. അപ്പോൾ അവരെന്നോട് പറഞ്ഞ റോഡ്, ഞാൻ പറഞ്ഞു ശരിയാണ്, പക്ഷേ എനിക്ക് ഒരു വർഷത്തേക്ക് കിട്ടുന്ന ഫണ്ട് 2 കോടിയാണ്. അന്ന് 2 കോടിയായിരുന്നു, ഇപ്പോൾ 5 കോടിയാണ്. ഇത് ഞാൻ മാറിയതിന് ശേഷം 5 കോടിയായി. 2 കോടി മാത്രമാണ്. ഈ റോഡിന് തന്നെ വലിയ കാശാവും. അതുമാത്രമല്ല, അത് അടിയന്തരമായും ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് വളരെ സാധാരണ ഇതിൽ സ്കൂള്, അതുപോലെ തന്നെ കോളേജ്, പിന്നെ ഹോസ്പിറ്റലുകൾ, ഇതുപോലുള്ള സ്ഥലങ്ങൾ. ഇപ്പം തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂൾ അറിയാലോ. ആ കോട്ടൺ ഹിൽ സ്കൂളിൽ ഞാനൊരു പരിപാടിക്ക് പോയപ്പോൾ ഒരു കുട്ടി തളർന്നു വീണു. അപ്പം ഞാൻ ടീച്ചറോട്, എനിക്ക് വലിയ വിഷമായി. എനിക്ക് കുട്ടികളുടെ കാര്യത്തിൽ അത്ര വലിയൊരു താല്പര്യമുള്ളതാണ്. ഞാൻ അപ്പോൾ തന്നെ ബേജാറായപ്പം ടീച്ചർ പറഞ്ഞ്, സാർ ഇതിന് നമുക്കൊരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം വേണം. ഞാൻ പറഞ്ഞു, എത്ര കാശ് വേണ്ടി വരും? അപ്പം പറഞ്ഞ് അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അന്വേഷിച്ചപ്പം അതിന് 25 ലക്ഷം രൂപ വേണം. അപ്പോൾ അതിന് അലോട്ട് ചെയ്ത് കൊടുത്ത്. ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ MP ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതിനകത്ത് ഈ റോഡിന് കാശ് കൊടുക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തിരുന്നത്, ആ വഴി എന്നുള്ള അന്വേഷിച്ചപ്പോൾ നമ്മളെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഒരു വകുപ്പുണ്ട്, സെൻട്രൽ റോഡ് ഫണ്ട് ഉണ്ട്. ആ ഫണ്ടിൽ വല്ലതും കിട്ടുമോ നോക്കാൻ വേണ്ടി ഞാൻ പോയി ബാലുവെ കണ്ട്, TR ബാലു.
നമ്മൾ പലർക്കും ഈ പാർലമെൻറ്റിലെ കാര്യങ്ങൾ അറിയുന്ന ഇങ്ങനെ പ്രസ്താവനയിൽ കൂടിയാണ്, അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ചോദ്യോത്തരം തീർന്ന്. അതല്ല, നമ്മളെ പ്രവർത്തനം, നമ്മൾ ജനങ്ങളെ പ്രതിനിധിയാണ്. അതിന് ഏത് വഴിയുണ്ടെന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചപ്പോൾ കിട്ടിയ വഴി ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ശ്രീനാരായണ ഗുരുദേവനാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മഹത്വം താങ്കൾക്ക് അറിയായിരിക്കും, അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മഹാത്മാഗാന്ധി അദ്ദേഹത്തെ കാണാൻ വന്നതാണ്, ഗുരുവിനെ. രവീന്ദ്രനാഥ ടാഗോർ ഗുരുവിനെ കാണാൻ വന്നതാണ്. ഗുരുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് വിവേകാനന്ദ സ്വാമികൾ. അദ്ദേഹം ഡോക്ടർ പൽപ്പൂട് പറഞ്ഞ് ഗുരുവിനെ പോയി കാണുമെന്ന് പറഞ്ഞു. അത്ര വലിയ മഹാനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഒരുപാട് തീർത്ഥാടകർ വരുന്നതാണ്. അവർക്ക് റോഡ് വേണം, ഒന്ന് സഹായിക്കണം. അപ്പോൾ അദ്ദേഹമായിട്ട് പറഞ്ഞ് അവസാനം അദ്ദേഹം സമ്മതിച്ച് 10 കോടി രൂപയാണ് തന്നത്. ആ 10 കോടി രൂപയ്ക്ക് നെയ്യാറ്റിൻകരയിൽ നിന്ന് നെയ്യാർ ഡാം വരെ ഇതുവഴി റോഡ് പോയി. ഇത് ഞാൻ പറയുന്നത്, ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫണ്ട് ഇത്ര ഫണ്ടുണ്ട്, ആ ഫണ്ടിൽ ഞാനിത് ചെയ്തിരിക്കുന്നു പറയാൻ തീർന്നില്ല. ഈ മണ്ഡലത്തിന് വേണ്ടി, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യം ചെയ്യാൻ കഴിയുന്ന നിരീക്ഷിച്ച് കണ്ടുപിടിക്കണം. അതുകൂടി ജോലിയാണ്. നമ്മൾ ജനങ്ങളൊരു കർത്തവ്യം ഏൽപ്പിക്കുക, അവരെ പ്രതിനിധിയാണ് നമ്മൾ. മറ്റൊരു കാര്യം ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാലോ, ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും എയിംസ് ഉണ്ടല്ലോ, ഓൾ ഇന്ത്യ മെഡിക്കൽ ആൻഡ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ കേരളത്തിലില്ലല്ലോ. എന്താ വന്നത്? എന്തുകൊണ്ടത് ഇല്ലാതായി? ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തിനും കൊടുക്കുമ്പം സംസ്ഥാന ഗവൺമെൻറ്റുകളോട് ചോദിച്ച്, ആര് ചോദിച്ച്? നമ്മുടെ സാക്ഷാൽ കേന്ദ്ര ഗവൺമെൻറ്. അതൊന്നാ UP ഗവൺമെൻറ് കാലമൊന്നും മനസ്സിലായിക്കോ. ചോദിച്ചിട്ട് കേരള ഗവൺമെൻറ് കൊടുത്ത സ്ഥലം എവിടെയാണെന്ന് പറയാം. കേരള ഗവൺമെൻറ് തിരുവനന്തപുരം അല്ല, തിരുവനന്തപുരമാണ് ഏറ്റവും ഫിറ്റായ സ്ഥലം. കാരണം എന്ന് പറഞ്ഞാൽ RCC ഉണ്ട്, ശ്രീചിത്ര ഉണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്, ദന്തൽ കോളേജ് ഉണ്ട്, ചെസ്റ്റ് കോളേജ് ഉണ്ട്. കോളേജ് സമുച്ചയമാണ്. ഇവിടെയാണ് അനിവാര്യമായിട്ട് വേണ്ടത്. അതിന് പകരം വേറൊരു സ്ഥലം കൊടുത്ത്, ആ സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം അവർക്ക് തോന്നുന്നു ഞാനൊരു പാരവെപ്പുകാരനാണെന്ന്. അത് പറയുന്നില്ല. ഞാൻ അവിടെ ചെല്ലുമ്പം നമ്മൾക്ക് മാത്രമില്ല, ഭാഗ്യത്തിന് എന്നെ കൊണ്ടുപോയിട്ട് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് ഇട്ടത്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫസ്റ്റ് മീറ്റിങ്ങിൽ അതിൻ്റെ പഴയ റെക്കോർഡ് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മാത്രമില്ല എയിംസ്. ഞാൻ വന്ന് ചോദിച്ചു, വൈ എന്താ നമുക്കില്ലാത്തത്? അപ്പോഴവരിവിടെ നിന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു. ആ കൊടുത്തിരിക്കുന്ന സ്ഥലം മെറിറ്റപ്പെടില്ല, മെറിറ്റപ്പെടാത്തതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞത് പറ്റില്ല. അത് ഗവൺമെൻറ് മാറി, അത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്, ശങ്കരൻ ആരോഗ്യമന്ത്രി അന്ന് മാറി VS ഗവൺമെൻറ് വന്ന്. ഞാൻ VS വിളിച്ച് പറഞ്ഞു, VS പറഞ്ഞ് ഇപ്പോൾ അറിയിക്കാം. അടുത്ത ദിവസം മന്ത്രിസഭാ യോഗത്തിനകത്ത് വെച്ച് പാസ്സാക്കി തിരുവനന്തപുരം ആവശ്യപ്പെട്ട്. ആ തിരുവനന്തപുരം ആവശ്യപ്പെടുമ്പോഴേക്കും എന്തായി? ഇതിൻ്റെ സമയം കഴിഞ്ഞ്, അതിലൊരു ടൈം വെച്ചിരിക്കില്ല, ആ ടൈം കഴിഞ്ഞ്. അവരെന്നിട്ട് കമ്മിറ്റിയിൽ വെച്ച് എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യുക, തൽക്കാലത്തേക്ക് അടുത്ത തവണ നിങ്ങൾക്ക് തരാം എയിംസ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് വേണ്ടി 200 കോടി. നിങ്ങൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വന്ന 200 കോടിയില്ല. അത് ആരെയും കണക്കിൽപ്പെടില്ല. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിതിനൊന്നും വലിയ ഫ്ലക്സ് ബോർഡ് വെക്കാനോ പബ്ലിസിറ്റി നടത്താനോ പോയില്ല. എൻ്റെ ഞാനൊരു കർമ്മം ചെയ്യല്ലേ, മനസ്സിലായി, ഒരു കർമ്മമാണ്. അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഭാഗമാണിത് എന്നുള്ളത് ഞാൻ പറയുന്നു. അതുപോലെ 40 മാസക്കാലം ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. ചെയ്ത കാര്യങ്ങൾ ഒന്നിനൊന്ന് എണ്ണിപ്പറയാൻ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ ആ പഴയ കാലത്തേക്ക് ഒന്ന് ചോദിച്ചിട്ട് അതിനിടയിൽ സാർ ഒന്ന് ഒരു ഈ തിരക്കിനിടയിൽ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? ഭക്ഷണത്തിൻ്റെ ക്രമത്തിൽ ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ച് കയറും. എന്താ ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞാൽ, രാവിലെ ഒരു പുട്ട്, ഒരു കഷ്ണം പുട്ട്. ആ പുട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രസ് ക്ലബിൻ്റെ അവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ ഒരു ചെറിയ കഷ്ണം പുട്ട്, അതിൻ്റെ കൂടെ ഒന്നുകിലും റോബസ്റ്റ്, അത് ഞാൻ മുറിയിൽ വാങ്ങി വെക്കും, അതല്ലെങ്കിൽ ഏത്തപ്പഴം, റോബസ്റ്റ് വീട്ടിൽ ഏത്തപ്പഴം, അത് കഴിക്കും. ഉച്ചവരെ അത് മതി. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പരിപാടി രാവിലെ 7:30 തുടങ്ങിയാൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നവരെ പിന്നെ വേറെ വിശ്രമമില്ല. ഈ ഭക്ഷണത്തിൽ വേണം നിൽക്കാൻ, ഇതിന് നിൽക്കണം. അല്ല, അത് അങ്ങനെയും വേണ്ട. എനിക്ക് ഭക്ഷണത്തിൽ വലിയ ആർത്തിയില്ല എനിക്ക്. അതിൻ്റെ കാര്യം ചോദിച്ചാൽ ഇപ്പം താങ്കളോട് ഇപ്പോൾ പറയാം, അങ്ങനെ ആർത്തി ഉണ്ടാവേണ്ട ഒരു ജീവിതമല്ല എൻ്റെത്. ഒരു വഴിയില്ലാത്ത ജീവിതത്തിൽ, ഒരു ഭക്ഷണത്തിന് ഭാഗ്യമില്ലാത്തൊരു കുടുംബത്തിലായിരുന്നു ഞാൻ. എൻ്റെ അമ്മ അതിലേറെ സഹിച്ചതാണ്. എനിക്ക് ഈ സ്ത്രീകളോട് ഏറ്റവും വലിയ ബഹുമാനവും ആദരവും സ്നേഹവും അവർ സഹിക്കുന്ന ത്യാഗമാണ്. എൻ്റെ അമ്മ 3 മക്കളാണ്.
ഈ മക്കളെ ഒന്ന് വളർത്താനും ആ മക്കളെ വളർത്തി അവരൊരു നിലയിലെത്താനും അമ്മ എത്ര ആഗ്രഹിച്ചതാണ്. രാത്രി ഒരു ദിവസം നിങ്ങൾക്കറിയോ, നമ്മളെ വീട്ടിൽ കഞ്ഞി വെക്കാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. കാരണം കാശില്ല, അമ്മയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വന്നപ്പം രാത്രി മിക്കവാറും ആകുന്ന മധുരക്കിഴങ്ങ് അറിയുന്നത്, മധുരക്കിഴങ്ങാകുമ്പം വളരെ ചുരുങ്ങിയ കാശിന് കിട്ടും. എല്ലാവർക്കും തന്ന് അവസാനം മധുരക്കിഴങ്ങ് അമ്മക്കില്ല. നമുക്കറിയില്ല, നമ്മളെല്ലാം കഴിച്ച് ഞാൻ അകത്ത് പോയി നോക്കുമ്പോൾ അമ്മക്കില്ല. എനിക്ക് പെട്ടെന്ന് വല്ലാതെ ഫീൽ ചെയ്തു. അമ്മയൊന്നും കഴിക്കാതെ രാത്രി ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്താ ഇങ്ങനെ ചെയ്തത്? ഞാൻ കരഞ്ഞ്, അമ്മയും കരഞ്ഞ്. കാരണം അങ്ങനെ പട്ടിണിയും കിടന്നുകൊണ്ടാണ് ഈ അമ്മമാർ മക്കളെ വളർത്തുന്നത്. ജീവിതത്തിൽ ഈ അമ്മമാർ ചെയ്യുന്ന ത്യാഗത്തെക്കുറിച്ച് നമ്മളാരും കൗണ്ട് ചെയ്യാറില്ല. ഒരു സ്ത്രീയായി ജനിച്ചു എന്നുള്ളതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു പബ്ലിക് ആക്ടിവിറ്റീസിൽ കാര്യമായിട്ടുണ്ടോ? മഹാഭൂരിപക്ഷം ഇല്ല കേട്ടോ. ഇപ്പം നമ്മൾ എന്തൊക്കെ പ്രോഗ്രസ്സായി പറഞ്ഞാലും മഹാഭൂരിപക്ഷം ഇല്ല. അവരൊക്കെ വീട്ടിലെത്തിയാൽ വീട്ടിലെ ഭാരമെല്ലാം അവർ ചുമലില്ലേ, അങ്ങനെ ജീവിക്കുന്നത്. അങ്ങനെ അമ്മ നമ്മളെ പഠിപ്പിച്ചതാണ്, എന്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പുറത്താരോടും പറയരുത്. നമ്മളിപ്പം പബ്ലിക്കല്ലേ, ഞാനാണെങ്കിൽ ചെറുപ്പത്തിലേ ബാലസംഘമാണ്, പുറത്താരോടും പറയരുത്. ഞാൻ ആരോടും പറയില്ലല്ലോ, ഒരാളോടും ഞാൻ ചായ വാങ്ങി കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ പിന്നെ ഇതുവരെ ഒരു പൈസ കടക്കാരനല്ല, ആ കടക്കാരനാവാൻ വേണ്ടി എനിക്ക് പറ്റില്ല. പൈസ ഇല്ലെന്ന് നോക്കണം. പൈസയില്ലാതെ നമ്മൾ MLA ഹോസ്റ്റലിൽ ഞാൻ AIYFൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുമ്പോൾ സത്യമൊകേരി ഞാനും ആണ് ഒരു മുറിയിലുള്ളത്. അവിടെ ഭാർഗവത്തങ്കപുരം മുറിയിലാണ് താമസം. നമുക്കാകെ മുറിയാ ഫ്രീ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് കാശില്ല. നമുക്ക് ക്യാൻറ്റീനിലാണെങ്കിൽ ക്യാൻറ്റീനിൽ നമുക്ക് പറ്റുണ്ട്, അതുകൊണ്ട് സാധനം കിട്ടില്ല. പച്ചവെള്ളം കുടിച്ച് കിടന്ന് ഞാനങ്ങ് കിടന്നുറങ്ങി. അപ്പോൾ സത്യൻ ഇതിങ്ങനെ നോക്കി ഒരു ഭക്ഷണമില്ലാതെ അവൻ പ്രസ്താവന എഴുതാൻ തുടങ്ങിയ ഇത് അല്ല, ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ലൈഫ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മറന്നു പോവുകയും അതല്ലാത്തൊരു ജീവിത രീതിയിലേക്ക് മാറുകയും ചെയ്യുകയാണ് എന്നുള്ളൊരു വിമർശനം, അത് ഇടതുപക്ഷ നേതാക്കളെ കുറിച്ച് തന്നെ ഒരുപാട് ഉയർന്ന സാഹചര്യങ്ങളൊക്കെ. അല്ല, ഇത് ഓരോരുത്തരുടെയും കാര്യം അവരവർ നോക്കേണ്ട സിസ്റ്റർ. നമുക്ക് ഓരോരുത്തരുടെയും കാര്യം അവരവരെ നോക്കേണ്ടതല്ലേ. അവരെങ്ങനെ അവരെ ജീവിക്കണം എന്നുള്ള അവരാ തീരുമാനിക്കുന്നത്. പക്ഷെ നമ്മളിതിനെല്ലാം ഒരു കാര്യം നോക്കേണ്ടത്, നമ്മുടെ ഓരോ ചലനങ്ങളും ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. പൊതുപ്രവർത്തകൻ എപ്പോഴും ഈ ജനങ്ങളെ ഇടയിലാവുള്ള പൊതുപ്രവർത്തകൻ. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ 1000 കണ്ണുകൾ നമ്മളെ പിന്നാലെ വരുന്നുണ്ട്, നമ്മളതറിയുന്നില്ല. നമ്മളെ നിരീക്ഷിക്കാൻ, നമ്മളെക്ക് മാർക്കിടാൻ അവർക്ക് അർഹതയുണ്ട്. അവരാണ് നമ്മളെ ജഡ്ജിമാർ. അപ്പോൾ പൊതുജനങ്ങൾ എങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധമെങ്കിലും അതുപോലെ ആളുകൾക്ക് ഉണ്ടാവണം. അത് ഏത് വിഭാഗക്കാരായാലും ഉണ്ടാവണം. പഴയകാല രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു രീതിയൊക്കെ മാറി പുതിയ രാഷ്ട്രീയം ഇങ്ങനെയാണ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ബാലൻസ് ചെയ്തുകൊണ്ട് പോവുകയാണ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരാണ് കൂടുതൽ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, നമുക്ക് ഏതിനും ന്യായീകരണം ഉണ്ടാവാലോ. അതല്ലേ നമ്മളെ നാട്ടിലുള്ളൊരു പ്രത്യേകത. അതല്ലേ, പ്രത്യേകിച്ച് നിങ്ങളെ ചാനൽ ചർച്ച വരുമ്പോൾ ന്യായീകരണത്തിന് കൂടുതൽ വകയാണ്. തർക്കുത്തരം പറയുക, തർക്കുത്തരത്തിൽ കൂടി ജയിക്കുക എന്നുള്ളതല്ലേ ചാനൽ ചർച്ചയിൽ വളരെ പ്രധാനം. എന്നാൽ ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഞാൻ ഒരു തവണ ചാനൽ ചർച്ചയിൽ ഞാനന്ന് സ്ഥിരമായി പങ്കെടുക്കുന്നത്, അന്ന് വീക്കിലി ചർച്ചയാണ്. ആ ചർച്ചയിൽ ഞാനും MM ഹസനും CK പൽപ്പനവനായിരുന്നു. അപ്പോൾ MS ഹസനുമായിട്ട് ഞാൻ പറഞ്ഞ് കുറച്ച് രൂക്ഷമായി പറഞ്ഞപ്പോൾ ഞാൻ ഹസനോട് പറഞ്ഞു, നിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞു. നീ എന്ന് പറഞ്ഞാൽ മലബാർ സമപ്രായക്കാർക്ക് നീ എന്ന് പറയാം. ഇവിടെ അങ്ങനെ പറഞ്ഞുകൂടാ, നിങ്ങളും പറഞ്ഞുകൂടാ. നിങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ബഹുമാനാണ്. ഇവിടെ എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് മാറി താങ്കളെന്നാണ് പറയേണ്ടത്. ഇത് പറഞ്ഞ് അവസാനിക്കുമ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് ഞാൻ കുഴപ്പത്തിൽ ചാടിയെന്ന്. അപ്പോഴെന്നെ അവസാനിക്കുമ്പോൾ തന്നെ ഞാൻ തിരുത്തി, ക്ഷമിക്കണം, താങ്കളുടെ പാർട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഹസൻ എന്നോട് ചോദിച്ചു, ഇത് നാനാര് പറയുന്ന മാതിരിയാണോ? നാനാര് മഹാൻ, ഞാനൊരു പാപം, സോറി കേട്ടോ എന്ന് പറഞ്ഞു. ഇത് ഞാൻ സംസാരിച്ചിട്ട് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് വന്ന ഫോൺ കോളിന് കണക്കില്ല. സാർ, തിരുത്തി നന്നായി. അപ്പോൾ ജനങ്ങൾ ഓരോരുത്തരും നമ്മളെ എങ്ങനെ വീക്ഷിക്കുന്നത്, നമ്മളെ കുറിച്ചുള്ള അസസ്മെൻ്റ് എന്താണെന്ന് കൃത്യമായി അറിയുന്നത് അത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയൊന്നുമല്ല. നമ്മളൊക്കെ ഇതിപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തമാണ് പന്നിൻ്റെ
താങ്കളുടെ സ്വന്തമാണ് തിരുവനന്തപുരം. അപ്പോഴും ഈ ആ ഒരു 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 നാട്ടിൻപുറത്തിൻ്റെ ആ ഒരു നൈർമല്യവും കാര്യങ്ങളും ഒക്കെ അത് ഒരു തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു സ്വഭാവത്തിനനുസരിച്ച് അത് പരിപൂർണമായിട്ട് സ്വീകരിക്കപ്പെടുന്നതാണോ? കുറച്ചും കൂടെ ഒരു പോളിഷ് വേയിലാണ് കാര്യങ്ങൾ പോകേണ്ടത് എന്നൊക്കെ വിചാരിക്കുന്നവർ കൂടുതൽ. അല്ല, അങ്ങനെ ഉണ്ടാവും. നമ്മൾ ആകെ പലപ്പോഴും നമ്മൾ കാണുന്നത് ഇത് മുകൾ തട്ട് മാത്രമാണ്. അതല്ല തിരുവനന്തപുരത്തിന് നഗരമെന്ന് പറഞ്ഞാൽ ആളുകളുടെ ധാരണ എന്ന് പറഞ്ഞാൽ ഈ നഗരത്തിൽ എല്ലാം വളരെ പ്രമാണിമാരായ ആളുകളാണ്. അതിനിടയിൽ ഒരു പ്രാമാണിത്വം ചമഞ്ഞുകൊണ്ട് വേണം പോകാൻ. നോ, അല്ല. ഇവിടെ എല്ലാവരും കൂടി ചേർന്നതാണ്. മാത്രമല്ല, ഏത് ഉന്നത തലത്തിലുള്ള ആളുകളും എല്ലാ കാര്യത്തെക്കുറിച്ചും ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. താങ്കൾ അറിയണമെന്ന് അതുണ്ട്. ഓരോരുത്തരെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ അസസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ പറയില്ല, അവരത് മനസ്സിൽ കണക്കൂട്ടി വെക്കുന്നുണ്ട്. ഇയാൾ ഇന്നേതരക്കാരനാണ്. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ എനിക്കൊരു കൈക്കൂലി തന്നു ഒരു കാര്യത്തിന് എന്ന് വെച്ചോ, നമ്മുടെ രണ്ടാൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ. പക്ഷെ താങ്കൾ ഏത് കാര്യത്തിനാണെന്ന് താങ്കൾ ആരോടെങ്കിലും ഒരാളോട് പറയല്ലോ. അപ്പം ജനങ്ങളതറിയല്ലോ. നിങ്ങൾക്കിതൊന്നും രഹസ്യമായി വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് പൊതുപ്രവർത്തകർ ഏത് നിലയിൽ ജീവിക്കണമെന്നുള്ള അവരവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നാ ഇതിന് ഒന്ന് അമ്മയാണ് എന്നെ. ഞാനിപ്പോൾ ഉദാഹരണം നിങ്ങളോട് പറയാം. ഞാൻ ഒരു യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു അവിടെ, തൊഴിലാളി യൂണിയൻ്റെ. ആ സെക്രട്ടറി ആയിരിക്കുമ്പം യൂണിയന് ബോണസിന് ചർച്ചയ്ക്ക് ഞാൻ പോയിട്ട്, ഞാൻ കുറച്ചുകൂടി ചെറുപ്പമല്ലേ, എനർജറ്റിക് അല്ലേ, പോയി ഞാനവിടെ വായിച്ചുകൂടെ പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം കിട്ടിയതിൻ്റെ ഇരട്ടി കിട്ടി. ഇത് അവർക്ക് ബോണസ്. അവർക്ക് വലിയ സന്തോഷമായി. ഓണത്തിന് 3 ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ അവർ സെക്രട്ടറിക്ക് ആവശ്യമുള്ള ഡ്രസ്സ്, പിന്നെ 5000 രൂപ. 5000 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. 72-ലൊക്കെ 5000 രൂപേൻ്റെ ഒരു വാല്യൂ. എന്നിട്ട് ഈ പൈസ അയച്ച് നമ്മളെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയാണ് ഉണ്ടായിരുന്നത്, ഞാനില്ല. ഞാൻ കാസർഗോഡ് എന്തോ പരിപാടിക്ക് പോയിരിക്കുക. അപ്പോൾ അമ്മയോട് ഇതെല്ലാം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ്, എല്ലാം കേട്ടപ്പോൾ അമ്മ പറഞ്ഞ്, ശരിയാണ്, പക്ഷേ ഇത് ഇവിടെ വെക്കണ്ട, നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്താൽ മതി, അയാൾക്ക് കൊടുത്താൽ മതി, എൻ്റെ അടുത്തൊന്നും വേണ്ട. ഞാൻ രാത്രി എന്നപ്പോൾ അമ്മേനോട് പറഞ്ഞ് ഇങ്ങനെ കാശുമായിട്ട് വന്നിട്ടുണ്ട്. മോനെ, അത് നമുക്ക് വേണ്ട, അത് തൊഴിലാളിൻ്റെ വിയർപ്പിൻ്റെ വിലയാണ്, ആ കാശ് നമ്മൾ വാങ്ങണ്ട. നിങ്ങൾ അതാ ഞാൻ പറഞ്ഞ സ്ത്രീകൾ എത്രമാത്രം ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുന്ന ആലോചിച്ച് നോക്ക്. നമ്മളെ സമൂഹത്തെക്കുറിച്ചുള്ള ചിന്ത എന്താണെന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ അമ്മ എന്ന് പറയുന്നത് സംസ്കൃതം കൂടി പഠിച്ചതാണ്. സംസ്കൃതം, രാമായണം, മഹാഭാരതം എല്ലാം കൂടി അമ്മക്കറിയാം. അതൊക്കെ കുറേശ്ശെ എനിക്കും പകർന്നു തന്നു. അമ്മക്ക് 3 മക്കളുടെ ഏറ്റവും ഇഷ്ടം എന്നോടായിരുന്നു. അപ്പം ഞാനൊരു വലിയ ആളാവണമെന്ന അമ്മേൻ്റെ മോഹം, വലിയ ആളാക്കണം എന്നാണ്. പക്ഷേ അച്ഛൻ്റെ നിര്യാണം എന്നെ വല്ലാതെ ബാധിച്ചു. ഞാൻ 11ാമത്തെ വയസ്സിൽ അച്ഛൻ മരിക്കുക. അച്ഛൻ മരിച്ചതിന് ശേഷം കുടുംബത്തിൻ്റെ എല്ലാം താറുമാറായി. പിന്നെ നമുക്ക് ആകെയുള്ളൊരു ഓലമേഞ്ഞ ഒരു കട്ടപ്പൊരയും പിന്നെ ഒരു 12 സെൻറ്റ് സ്ഥലവും ആകെ ഉണ്ടായിരുന്നു. അതാണ് നമ്മളെ ആകെ സമ്പാദ്യം. അപ്പോൾ നമ്മളാണെങ്കിൽ 3 മക്കളാണ്. ഞാൻ സെൻട്രലാണ്, 2ാമത്താണ് ഞാൻ. മൂത്തത് ഒരു പെണ്ണാണ്, എൻ്റെ ചേച്ചി. അനിയനാ താഴെ. നമ്മൾ 3 പേരാണ്. ഈ 3 പേരാ അമ്മ പക്ഷി കുട്ടികളെ ചിറകിനുള്ളിൽ ഒതുക്കി നിൽക്കുന്നമായി നിന്നതാണ്. മഴ വരുമ്പം നമ്മൾ കെട്ടിമേഞ്ചിലെങ്കിലും ചോർന്നൊലിക്കുമ്പോൾ അമ്മ നമ്മളെ 3 മക്കളെയും കൂട്ടി ഒരുമിച്ച് ഇരുത്തി ചോരാത്ത സ്ഥലത്ത് പോയി നമ്മൾ നിൽക്കും, ഇത് മഴയൊഴിയാൻ. കാരണം എല്ലാ വർഷവും കെട്ടിമേയാനുള്ള കാശ് വേണ്ടേ, ഓല മാറ്റി കെട്ടിമേയണ്ടേ, അതിന് കാശ് വേണ്ടേ. അങ്ങനെ വളർന്നതാണ്. ആ വളർന്ന ഇതുകൊണ്ടൊരു ഗുണം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളും പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാനൊരു പാവപ്പെട്ടവനാണല്ലോ, അതുകൊണ്ട് അതിന് മിങ്കിൾ ചെയ്ത് പോകാൻ എനിക്ക് കഴിഞ്ഞു. എനിക്കിങ്ങനെ പോഷായിട്ടുള്ള ഭക്ഷണമൊന്നും എൻ്റെ വിഷയമേ അല്ല. അങ്ങനെയുള്ള ഹോട്ടലുകൾ പോലും ഇതിപ്പം ഞാനിപ്പം നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വാർത്താ ചാനലാണ്. അപ്പം നിങ്ങളും സമൂഹമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ സാമൂഹ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുന്നൊരു കേസായതുകൊണ്ട് ഇവിടെ ഞാൻ താങ്കൾ വിളിച്ച് വന്നെന്ന് മാത്രമേ ഉള്ളൂ. പോകാറുമില്ല. അത് കുഴപ്പമില്ല, കഴിച്ചോളൂ നിങ്ങൾ. ഇപ്പോൾ നമ്മൾ ജനങ്ങളുടെ അടുത്ത് നിന്ന് ചെല്ലുമ്പോഴും ആ ജനങ്ങൾ, തിരുവനന്തപുരം ഒരുപാട് മാറിപ്പോയിട്ടില്ലേ? ജനങ്ങൾ ഒരുപാട് മാറിപ്പോയിട്ടില്ലേ? ഇത്രയും വർഷങ്ങൾ കൊണ്ട് ടെക്നോളജിയൊക്കെ ഇങ്ങനെ വന്നൊരു കാലമാണ്.
അങ്ങനെ ഒരു വ്യത്യാസം മണ്ഡലത്തിൽ തോന്നുന്നുണ്ട്? ഉണ്ടല്ലോ. ഞാൻ 19 വർഷമായില്ലേ ഇവിടെ മത്സരിച്ചിട്ട്. ആ 19 വർഷത്തൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ആ 19 വർഷത്തിൻ്റെ ഗ്യാപ്പുള്ള ഞാൻ വീണ്ടും ഇവിടെ വരിക മത്സരിക്കാൻ. അങ്ങനെ മത്സരിക്കാൻ വരുമ്പം ജനങ്ങളെ മുമ്പിലുള്ള പൊതുധാരണ എന്താ? ഇത്രയും കാലത്തിന് ശേഷം എന്തിനാ വന്നത്? നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രതിസന്ധി വന്നപ്പോഴാണ് ഞാൻ വരുന്നത്. ഇപ്പം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അകത്ത് എന്നും പൂർണ്ണമായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ അകത്ത് ഞാൻ പൂർണ്ണമായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സാംസ്കാരിക സദസ്സുകളെല്ലാം ഉണ്ട്. കാരണം എനിക്ക് ആകെ കിട്ടിയിരിക്കുന്ന ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ വായനയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഗുണം. വായന എപ്പോഴും ഞാൻ ഏത് പുസ്തകവും ഞാൻ വായിച്ച് വെക്കും. ഏത് സബ്ജക്റ്റും ഞാൻ വായിക്കും. ആ വായിക്കാനുള്ള പ്രചോദനം അമ്മയെന്നാണ് കിട്ടിയത്. അപ്പോൾ ആ വായനയുള്ളത് കൊണ്ട് എനിക്ക് ഇവിടെ തന്നെ ഒരുപാട് സാംസ്കാരിക സദസ്സുകളുണ്ട്. അതിൽ മിക്കവാറും ഞാനതിലൊരു കക്ഷിയായിരിക്കും. ഞാനൊരു കക്ഷി എന്ന് പറഞ്ഞാൽ എല്ലാം പ്രമാണിമാരായ ആൾ വരുന്നതല്ലേ. അത്തരം സദസ്സുകളിലെ ഈ കക്ഷിയാകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ഒരുപാട് രാജ്യമറിയുന്ന പ്രമാണിമാരായ മലയാളികൾ അവരുമായിട്ട് നേരിട്ട് പരിചയപ്പെടാൻ ഒരു സന്ദർഭമുണ്ടായി. ഇപ്പോൾ യേശുദാസ്, ഗാനഗന്ധർവൻ യേശുദാസ്, അദ്ദേഹത്തിൻ്റെ 1000 പാദസ്വരങ്ങൾ കിരുങ്ങി ആലുവാപ്പുഴ നദി, ആ നദിയിലെ പാട്ട് എൻ്റെ മനസ്സിനകത്ത് വല്ലാത്തൊരു ഓളമുണ്ടാക്കിയ പാട്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണമെന്ന് എൻ്റെ മനസ്സ് ഒരുപാട് ആഗ്രഹിച്ചതാണ്. അപ്പോൾ 2001 തിരുവനന്തപുരം മ്യൂസിക് കോളേജ് അവിടെ ഒരു പരിപാടിക്ക് അദ്ദേഹം വരിക. അപ്പോൾ വരുമ്പോൾ നമ്മളെ IAS ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. 2001 ഞാൻ MP ഒന്നും ആയിട്ടില്ല, ഞാനൊരു സാധാരണക്കാരൻ. അപ്പോൾ നമ്മൾ ഈ സംഘാടകരെന്നോട് ചെയ്ത് നമ്മളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് ദാസേട്ടൻ എനിക്ക് പരിചയമൊന്നുമില്ല, അത് ഞാൻ പരിചയപ്പെടുത്തരാമെന്ന് പറഞ്ഞു. ആര്? ഈ ബാലകൃഷ്ണൻ. അവിടെ വന്ന് വരുമ്പം അതിനകത്ത് പാട്ട് വെച്ച് കിടക്കാം. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞ് നിൽക്ക്, അത് അവസാനിക്കട്ടെ, എന്നിട്ട് നമുക്ക് അകത്ത് കയറാം. അപ്പം ഉടൻ തന്നെ ബാലകൃഷ്ണൻ പറഞ്ഞ്, പന്നിയൻ അദ്ദേഹത്തെന്തും എനിക്കറിയില്ലേ? അദ്ദേഹത്തെ എനിക്ക് നല്ലോണം അറിയാം, പക്ഷെ നമ്മളതൊന്ന് നേരിട്ട് ഇതുവരെ ബന്ധപ്പെടാൻ വേണ്ടി പറ്റിയില്ല. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ ഞാൻ എവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. നമ്മൾ എത്രയും കൊതിച്ച് ഒന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞ് മനസ്സിൽ നിൽക്കുന്ന ഒരാൾ മുമ്പിൽ വെച്ച് എന്നെ അറിയാമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അതെൻ്റെ മനസ്സിൽ അന്ന് മുതൽ ദാസേട്ടനായി ഞാൻ വളരെ അടുപ്പാണ്. ഞാൻ എപ്പോഴും ദാസേട്ട എന്നുള്ളൊരു ബന്ധമുണ്ടായി. ഇത് നമ്മൾ ഈ കണ്ണൂരിൽ ഞാൻ ജനിച്ച് കണ്ണൂരിൽ പ്രവർത്തിച്ച് കണ്ണൂരിൽ മാത്രമായി നിൽക്കുകയാണെങ്കിൽ അപ്പം എന്നെ ഞാനാക്കുന്നത് തിരുവനന്തപുരം. ഈ തിരുവനന്തപുരമാണ് എന്നെ വളർത്തി എന്നെ ഈ നിലയിലെത്തിയത്. 40 വർഷമായ തിരുവനന്തപുരത്ത് ഞാൻ ജനിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ജീവിച്ച തിരുവനന്തപുരത്താണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തെ ജനങ്ങളെ കൂടി അവരെ ഭാഗമായി മാറുക. വരുമ്പോൾ പലരും പറഞ്ഞു തിരുവനന്തപുരം പോകുന്നത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതെ, അങ്ങനെ ഒരു ധാരണയുണ്ട്. ഇവിടെ വന്നപ്പോൾ തികച്ചും വ്യത്യസ്തമാണത്. കാരണം എല്ലാത്തരം ആളുകളും ഇവിടെയുണ്ട്, എല്ലാത്തരം ഉണ്ട്. പക്ഷെ അവരൊക്കെ ജനങ്ങളോട് പൊതുവിൽ പെരുമാറുന്നില്ലേ, അത് വളരെ പ്രധാനമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം 2019 വലിയൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അത് ഈ ജനങ്ങളെ മനസ്സിലാക്കാത്തത് കൊണ്ടുകൂടിയായിരിക്കും. അല്ല, 2019 കാര്യം വേറെ ഒന്നാണ്. അത് സഹോദരി ഇവിടെ പറഞ്ഞതല്ല. 2019 എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എന്നൊരാൾ ഇവിടെ വന്ന് മത്സരിക്കുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ ലീഡറാണ്. കോൺഗ്രസ്സിന് ചിലപ്പോൾ കേന്ദ്രത്തിൽ ഭരണം കിട്ടിയാൽ അദ്ദേഹമായിരിക്കും പ്രധാനമന്ത്രി. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു പ്രധാനമന്ത്രി, കേരളത്തിൻ്റെ കാരനായ ഒരാൾ വരുന്നത് ഒരു കേരളക്കാർക്കൊരു മനസ്സിനകത്തൊരു ആവേശം, രാഷ്ട്രീയത്തിന് പുറമെയുള്ള ചില വ്യക്തിപരമായ ചിന്തകളും അതൊക്കെ കാണും. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് വോട്ട് ചെയ്തത്. അന്നത്തെ ആ തരംഗവും അതും വെച്ചിട്ട് നമ്മൾ കണക്കൂട്ടുന്നത് ശരിയല്ല. 2019 2024 ഈ 5 വർഷത്തിന് ഡിഫറൻസ്. അതിനിടയിൽ നമ്മുടെ ആലുവാപ്പുഴയിൽ വെള്ളം ഒരുപാട് ഒഴുകിപ്പോയതുപോലെ ഒരുപാട് രാഷ്ട്രീയത്തിൽ മാറ്റങ്ങളുണ്ടായി. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, അത് ഒരു പക്ഷേ തിരുവനന്തപുരത്ത് പ്രതിഫലിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പം ജനങ്ങളുടെ മുമ്പിൽ ഏത് കാര്യത്തെക്കുറിച്ചും ജനങ്ങൾ ആലോചിച്ചുകൊണ്ട് ചെയ്യൊരു തീരുമാനം. ഞാനിപ്പോൾ ചോദിക്കുക, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം, ഈ സംസ്ഥാനത്തിൽ 2ാം തവണ
പിണറായി അധികാരത്തിൽ വന്നല്ലോ. ആ 2ാം തവണ പിണറായി അധികാരത്തിൽ വരുമ്പോൾ ഇവിടെയുള്ള പ്രചരണം എന്തായിരുന്നു? താങ്കൾ ഓർക്കുന്നില്ല? എന്തായിരുന്നു പ്രചരണം? ഇതുപോലെ നാണം കെട്ട പ്രചരണം ഉണ്ടായിരുന്നൊരു കാലം എൻ്റെ ഓർമ്മയില്ല. ഈ പ്രചരണത്തിന് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടാകുന്നു? അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രചരണം ഇപ്പോൾ മനസ്സിലുണ്ടാവല്ലോ. ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി. എവിടെ പോയി ബിരിയാണി ചെമ്പ്? എവിടെ പോയി സ്വർണം? ആ കഥയൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പോയില്ലേ? ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 99 സീറ്റുമായി ഇവിടെ അധികാരത്തിൽ വന്നു. നോക്കണം ഈ പ്രചരണത്തിനിടയിൽ ഈ മണ്ഡലത്തിൽ, ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 7 അസംബ്ലി സീറ്റിൽ 6 അസംബ്ലി സീറ്റിൽ നമ്മൾ ജയിച്ചു വന്നു. നമ്മളും UDF തമ്മിൽ വ്യത്യാസം 1,00,000 വോട്ടാണ്. പിന്നെ നിങ്ങൾ EDയുടെ കാര്യം താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച്, EDൻ്റെ കഥ ഞാനൊന്ന് ചോദിക്കട്ടെ. കോൺഗ്രസ്സുകാർക്ക് EDനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ചിദംബരത്തെ ആദ്യം ED പിടിച്ചുകൊണ്ടുപോയി. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കേന്ദ്ര ധനകാര്യമന്ത്രിയായ ചിദംബരം, അദ്ദേഹം ഞാനുമായിട്ട് നല്ല അടുത്ത സൗഹൃദമുള്ള ആളാണ്. നമ്മൾ അന്നത്തെ ഗവൺമെൻറ്, മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇയാൾ ധനകാര്യമന്ത്രിയായിരുന്നു. ചിദംബരത്തെ തമിഴ്നാട്ടിൽ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. 11 മാസം പിടിച്ചു വെച്ച്. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു എവിഡൻസും ഇല്ല. ED വെറുതെ പിടിച്ചുകൊണ്ടുപോയി. അവസാനം കോടതി പറഞ്ഞ് ഇതുവരെ എവിഡൻസ് ഒന്നുമില്ലല്ലോ, എവിഡൻസ് എവിടെ എന്ന് ചോദിച്ചു. എവിഡൻസ് ഇല്ല, വിട്ട്. എത്ര കേസുകൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കരുവന്നൂരിലേക്ക് വരല്ല. ഇതൊന്നും പറയാം. കേന്ദ്ര ഗവൺമെൻറ് ED എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസിയെ പ്രതിപക്ഷങ്ങളെ ശരിപ്പെടുത്താനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുക. ആ ആയുധമായി ഉപയോഗിക്കുന്ന ഡൽഹി മുഖ്യമന്ത്രിയെ കൊണ്ടൊരു കേജ്രിവാളിനാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ചരിത്രത്തിൽ എവിടെയെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ? രാജ്യമാകെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പം ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ പിടിച്ച് അകത്താക്കുക. നിങ്ങൾക്ക് ഏത് കാര്യം അന്വേഷിക്കാം, ന്യായമായ കാര്യം അന്വേഷിച്ചോളൂ. അതിൻ്റെ കഥ തന്നെ നമ്മൾ ഒരുപാട് കഥകൾ കേൾക്കുമ്പോഴല്ലേ, ആ കഥകളിൽ അതിൻ്റെ മാറ്റർ ഇപ്പോൾ പഠിക്കുമ്പോൾ വളരെ വളരെ അപകടകരമായ കാര്യമാണ്. കാരണം എന്താ? ഒരു സാക്ഷി പറഞ്ഞത്, മാപ്പ് സാക്ഷി പറഞ്ഞ കാര്യം വെച്ചിട്ടാണ് ഇയാൾ പിടിച്ചകത്താക്കിയിരിക്കുന്നത്. നിങ്ങൾ ED എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന, സാക്ഷാൽ ആരെയും ഒതുക്കാനുള്ളൊരു ആയുധമാക്കി ഉപയോഗിക്കല്ലേ? അതിൽ ED ചെയ്യുന്നത്. ആ ED ഉപയോഗിച്ചിട്ട് നിങ്ങൾ കാര്യം ചെയ്യുന്നത്. ബാങ്കിലെ പ്രശ്നമുണ്ടെങ്കിൽ അതും പരിശോധിക്കട്ടെ. ബാങ്കിൻ്റെ കാര്യത്തിൽ കുറ്റവാളികൾ ആരായാലും ആ കുറ്റവാളികളെ രക്ഷപ്പെടാൻ നമ്മൾ അനുവദിക്കില്ല. ഒന്ന്. പിന്നെ ബാങ്കിൽ പണം കൊണ്ടുപോയി വെച്ച ആർക്കെങ്കിലും പണം കിട്ടാനുള്ള താമസം. ഈ ബാങ്ക് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനമാണ്. നിങ്ങൾ അങ്ങോട്ട് കാശ് കൊണ്ട് ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നത്, ആ നിക്ഷേപിക്കുന്ന കാശ് അവിടെ വിനിമയം ചെയ്യുന്ന അവസരത്തിൽ അതിൻ്റെ പലിശ നിരക്കുള്ള കാശ് ആ ബാങ്കിൽ വരുന്നത്. അതുകൂടി ചെയ്താലേ കൊടുക്കാൻ കഴിയും. ഇങ്ങനെയുള്ള പല ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ എന്താ അപാകത? അതിലാരെങ്കിലും തട്ടിയിട്ടുണ്ടോ? അവരെ പിടിച്ചകത്തായിക്കുമായിരുന്നു. കുഴപ്പമില്ല. ആര് പറഞ്ഞ് ചെയ്തുകൂടാന്ന്? ഇത് ചെയ്യുന്നതറിയോ? അതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആസ്തി ആകെ എന്താണെന്ന് പരിശോധിക്കാൻ ചോദ്യം ചെയ്യുക പാർട്ടി സെക്രട്ടറിയെ. എവിടെയാണ് നിങ്ങൾ പറഞ്ഞത്? ജനാധിപത്യത്തിൽ എവിടെ അത് പറഞ്ഞ്? ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയല്ലേ? എല്ലാ കണക്കവിടെ ബോധിപ്പിക്കുന്നില്ലേ രാഷ്ട്രീയ പാർട്ടി? എലക്ഷൻ ഈ സാധാരണഗതിയിൽ തന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഗവൺമെൻറ് മുമ്പിൽ ഈ കണക്കുമ്പോഴും ബോധ്യപ്പെടുത്തല്ലേ? എല്ലാം ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഇപ്പം പല സ്ഥലത്തും പണം കൊണ്ടുപോയിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഫ്രീസ് ചെയ്യുക. എന്താ അതിൻ്റെ കാര്യം? ഉപയോഗിക്കുന്ന രാജ്യത്തിലെ ഭരണം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ വരുതിയിലാക്കിയിട്ട് അതനുസരിച്ച് പലരെയും മാറ്റി കാല് മാറ്റാൻ നടത്തുകയല്ലേ? കാല് മാറ്റല്ലേ? അപ്പോൾ ജനം അതൊക്കെ ജനത്തിന് മുമ്പിൽ കല്ലും തെല്ലും അറിയും. കാരണം എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ അറിയുന്നില്ല ഇതൊക്കെ ജനങ്ങൾക്ക്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ എല്ലാം കൃത്യമായിട്ട് അറിയുന്നവരാ ജനങ്ങളെല്ലാം നല്ലോണം നിരീക്ഷിക്കുന്നതാണ്. നിങ്ങളെ വായ്ത്താരി കൂടി ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാനിപ്പോൾ ചോദിക്കുക, കേരള സംസ്ഥാന ഗവൺമെൻറ് അല്ലേ? നമുക്കിപ്പം GST ആണ്. നമ്മുടെ GST വിഹിതം കൃത്യമായി കൊടുക്കണ്ടേ? കൊടുക്കേണ്ട കാര്യം കൊടുക്കാതിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാതിരുന്ന എന്ത് ചെയ്യും? നമ്മളെ നാട്ടിൽ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ് വീതം വേണ്ടേ? ഫെഡറൽ ഭരണ സംവിധാനമല്ലേ? ഫെഡറൽ ഭരണ സംവിധാനത്തിൽ എങ്ങനെയാണ്? ഓരോ സംസ്ഥാനത്തിൻ്റെയും എന്താണ് ദൗർബല്യം, അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് ന്യായമായും ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യാത്ത കേന്ദ്ര ഗവൺമെൻറ് നടപടിക്കെതിരായി ഈ കേരളത്തിലുള്ള പ്രതിപക്ഷ കക്ഷികളില്ലേ ഒരു വാക്ക് പറയുന്നുണ്ടോ?
കേന്ദ്ര ഗവൺമെന്റിന് കിട്ടേണ്ട പണം കിട്ടേണ്ട പണം കൃത്യമായി വലിയ മിസ്മാനേജ്മെന്റ് അല്ല മിസ്മാനേജ് അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ നിർമ്മല സീതാരാമൻ പറഞ്ഞ മിസ്മാനേജ്മെന്റ്. അത് ഞാൻ ചോദിക്കട്ടെ, 1600 രൂപ ഒരു പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കുന്നത് എവിടെയാണ് മിസ്മാനേജ്മെന്റ് ആകുന്നത്? ഈ നാട്ടിലെ പാവങ്ങൾക്ക് ജീവിക്കണ്ടേ? ഒരു വകയില്ലാത്ത ആളുകൾ എങ്ങനെ ജീവിക്കും? ഒരു 65-70 വയസ്സിലായി നോക്കുമ്പോൾ അവർക്ക് ബന്ധുക്കളും ആരുമില്ല. അങ്ങനെ അവസ്ഥയിൽ നിങ്ങൾ ജീവിക്കും? അങ്ങനെയുള്ള ആളുകൾക്ക് ഏതാണ്ട് 65 ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുക 1600. നേരത്തെ 600 കൊടുത്താൽ 14 മാസം കൊടുക്കാൻ ബാക്കിയുള്ളതാ. 1600 രൂപ പെൻഷൻ കൊടുക്കുന്നത് അതിന് കേന്ദ്ര ഗവൺമെൻറ് തരാനുള്ള വിഹിതം തരാനിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എല്ലാ പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരെയും വിളിച്ചില്ലേ, സംസാരിച്ചില്ലേ? കേന്ദ്രം തരാണ്ട് നമുക്ക് ജോയിൻറ്റ് ഡെലിഗേഷൻ വേണം, പോയാൽ നിന്നില്ലല്ലോ. ഒരു പ്രതിപക്ഷ കക്ഷി അങ്ങനെയാണോ? UDF എന്ന് പറയുന്നത്, കോൺഗ്രസ് എന്ന് പറയുന്നത് വോട്ട് രാഷ്ട്രീയത്തിൻ്റെ ഒരു വഴിയിലേക്ക് പോകുന്നുള്ള സത്യം. ആ വോട്ട് രാഷ്ട്രീയത്തിന് അതിലവർക്ക് അല്പസ്വല്പം മൃദു ഹിന്ദുത്വമുണ്ട്. തിരുവനന്തപുരത്തോട്ട് വരുമ്പോൾ കഴിച്ചുകൊണ്ട് തന്നെ പറയണേ, കഴിക്കാതിരിക്കുമ്പോൾ എനിക്കൊരു മനപ്രയാസം. ഞാൻ സംസാരിച്ച് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഈ എതിർ സ്ഥാനാർത്ഥികൾ തമ്മിൽ ശരിക്കും എന്താണ് വ്യത്യാസം? തിരുവനന്തപുരത്ത് BJPയും കോൺഗ്രസ് തമ്മിൽ എന്താണ് വ്യത്യാസം? അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടോ പ്രകടമായി? ഉണ്ട്. സ്ഥാനാർത്ഥികൾ 3 സ്ഥാനാർത്ഥികളും 3 മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ്. അത് 2 സ്ഥാനാർത്ഥികൾ, എനിക്കെതിരായുള്ള 2 സ്ഥാനാർത്ഥികൾ പ്രബലന്മാരാ. അവർ രണ്ടുപേരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താ? പറയാം, പ്രബലന്മാരാ. പക്ഷെ സ്ഥാനാർത്ഥികൾ എന്ന രീതിയിൽ ഞാൻ 2 പേരെയും ഒരുപോലെ കാണുക. ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു രാഷ്ട്രീയത്തിൽ ചില ധാർമ്മികതയുണ്ട്. സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ദൗർബല്യങ്ങളെ കുറിച്ച് തമ്മിൽ സംസാരിക്കേണ്ട, പാർട്ടിക്കാർ പറഞ്ഞോട്ടെ. അങ്ങനെയാകുമ്പോൾ പിന്നെ അധികം ഉണ്ടാവും. പകരം ആരോപണങ്ങളുടെ പെരുമഴയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തലസ്ഥാനത്ത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ധാർമ്മികത നിങ്ങളിൽ നിന്ന് കൈമോശം വരുന്നതിൻ്റെ അർത്ഥം. രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആള് ഇവിടുത്തെ സ്ഥാനാർത്ഥി ഇപ്പോൾ വന്നു. അദ്ദേഹം 5 വർഷം കേന്ദ്രമന്ത്രിയായിരുന്നു. തൊട്ട് കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ ഇവിടെ വരുന്നത്. കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ആൾ ഇവിടെ വന്നാൽ ഈ 5 വർഷക്കാലം കൊണ്ട് താങ്കൾ അവിടെ എന്ത് ചെയ്ത് എന്ന് ജനങ്ങൾക്ക് ചോദിക്കാൻ അവകാശമില്ലേ? 5 വർഷം കേന്ദ്ര ഗവൺമെൻറ് അല്ലേ? ആ കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രതിനിധിയായിട്ടല്ലേ അയാളുടെ വരുന്നത് മത്സരിക്കാൻ. താങ്കൾ 5 വർഷം എന്തായിരുന്നു ചെയ്തതെന്ന് ചോദിച്ചാൽ ഇനി കാര്യം നടക്കും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മലയാളം ഒന്ന് പറയും? ഇനി എല്ലാം നടക്കും, ഇനി എല്ലാം നടക്കും, എന്താ അതിൻ്റെ മലയാളം? ഇന്നലെ വരെ ഒന്നും നടന്നിട്ടില്ല, ഇനി നടക്കും. സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല, MP ഒന്നും ചെയ്തിട്ടില്ല, ചെയ്തത് മുഴുവൻ കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇനി വികസനം തിരുവനന്തപുരത്ത് നടക്കും. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്ന കഴിഞ്ഞ 15 വർഷം എന്ന് പറയുന്നില്ലേ? ഞാൻ 2009 കഴിഞ്ഞതിന് ശേഷം 15 വർഷമില്ലേ? എന്താ ഈ ഇവിടെ എടുത്തു കാണിക്കാനുള്ള ഏതാ വികസന പ്രവർത്തനം നടത്തിയ ഒന്ന് പറയുന്നത്? ഏതാ ഉള്ളത്? ഇവിടെ ആകെ നിങ്ങൾ പറയുന്ന വിഴിഞ്ഞല്ലേ? വിഴിഞ്ഞം വന്ന് തുടങ്ങിയെന്നാ. നമുക്ക് ആ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴുള്ള സ്ഥിതി എന്താ? വിഴിഞ്ഞം അവിടുത്തെ തീരപ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരില്ലേ, അവരെ പ്രശ്നങ്ങൾ ഇപ്പോൾ സോൾവ് ചെയ്തിട്ടില്ല. എന്ന് എന്താ സോൾവ് ചെയ്യാത്തത്? അത് അവർ ചിലപ്പം മറ്റ് 2 മുന്നണിക്കാരും മറുപടി പറയേണ്ട കാര്യമാണ്. കാരണം എന്തറിയാം, തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് നേരത്തെ ഉണ്ടാക്കിയ കണ്ടീഷൻ അനുസരിച്ച് സാക്ഷാൽ അദാനി വേണ്ട പോലെ ചെയ്യുന്നില്ല. അദാനിക്കെതിരായ ഒരു വാക്ക് പറയാൻ ഈ 2 പാർട്ടികൾക്കും നേരമില്ല. അതാ സത്യം. പിന്നെ വെറുതെ പറഞ്ഞിരുന്ന കാര്യം ജനങ്ങൾക്കറിയാതൊക്കെ. നിങ്ങൾ ഈസിയല്ല. ഇവിടെ 5 വർഷം ഇപ്പോൾ അദ്ദേഹം ഇവിടെ വരുമ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന നടപടികൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടോ കൃത്യമായി പഠിച്ചുകൊണ്ടോ അല്ല എന്നൊക്കെയാണ് എൻ്റെ സ്ഥാനാർത്ഥി അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അല്ല, ആണ് പഠിച്ചോണ്ടില്ല. ഞാനിപ്പോൾ ചോദിക്കട്ടെ, വിഴിഞ്ഞം പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്താ സംഭവം എന്നറിയാം? ഞാനെന്ന് MP അല്ലേ? ആ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ആ പ്രദേശത്ത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നോട്ടിഫിക്കേഷൻ വന്ന് 2 വില്ലേജുകൾ. ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാമെങ്കിലും ഒരു മരം മുറിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതിൽ ജനങ്ങൾ രോഷാകുലരായി വന്നവിടെ. MP ഞാൻ ചെന്നപ്പോൾ പോലീസ് തടഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളെന്തിനാ തടയുന്നില്ല?
ഞാനിവിടുത്തെ ജനപ്രതിനിധിയാണ്, ഞാൻ പോയി അവരോട് സംസാരിച്ച് അവരോട് ഞാൻ ചോദിച്ചു, ഇവിടെ വിഴിഞ്ഞം വേണ്ടേ? നമ്മുടെ നാട്ടിൽ വരാവുന്ന വലിയ തുറമുഖമല്ലേ വേണ്ടേ? വേണം, പക്ഷെ നമ്മളെ കാര്യം കൂടി നടക്കണം. ശരിയില്ല അവർ പറയുന്നത്. ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കുമ്പം അവൻ ജീവിക്കാൻ ആവശ്യമായ അവൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അവൻ്റെ കൺമുമ്പിൽ വെച്ച് ഇല്ലാതാകുമ്പോൾ അവർ നോക്കിയിരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. അപ്പോൾ തന്നെ ഇവിടെ വന്നിട്ട് അന്ന് വിജയകുമാറായിരുന്നു മന്ത്രി, തുറമുഖത്തിൻ്റെ മന്ത്രി. VS ആയിരുന്നു മുഖ്യമന്ത്രി. VSൻ്റെ മുമ്പിൽ വെച്ച് യോഗം ചേർന്ന് ആ നോട്ടിഫിക്കേഷൻ അപ്പോൾ പിൻവലിച്ച് എന്നിട്ട് അതിനെ ഒരു കരാറുണ്ടാക്കി. ആ കരാർ അനുസരിച്ചുള്ള നടപടിക്രമം നടത്തേണ്ട ആരാ? കമ്പനിയെ കൊണ്ട് നടത്തിക്കേണ്ട ആരാ? ആ കാര്യത്തിൽ നിങ്ങളെയൊക്കെ ഇടപെടലെന്താ? ആ കാര്യത്തിൽ ചെയ്യേണ്ട ആളുകൾ ഇടപെടലെന്താ? ഈ 15 വർഷക്കാലം ഞാൻ പാഴാക്കിയെന്നൊന്നും ഞാൻ പറയില്ല, ഞാൻ എതിർ സ്ഥാനാർത്ഥി, അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ UDF ആ മറുപടി പറയേണ്ടത്. UDFിൻ്റെ ജോലി എന്തായിരുന്നു? കേരളത്തിൻ്റെ കാര്യത്തിന്, തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ UDFിൻ്റെ ജോലി എന്തായിരുന്നു? അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. എയിംസിൻ്റെ കാര്യത്തിൽ 15 വർഷം ഉണ്ടായി, 15 വർഷം MP ആയി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഒരു വികസന പ്രവർത്തനങ്ങൾ അവകാശപ്പെടാനില്ല. അതായത് അതിൻ്റെ ഒരു പ്രിവിലേജ് അദ്ദേഹത്തിന് കിട്ടില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇല്ല, കാരണം മൂന്ന് വട്ടവും തിരുവനന്തപുരംകാർ ഒരാളെ ലോക്സഭയിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, എല്ലാ തവണയും അയച്ച ആ ഒരു പ്രിവിലേജും അദ്ദേഹത്തിന് അവകാശപ്പെടാനില്ല. അത് മോശമാണ് സഹോദരി. 3 വർഷം ഓരോ തവണയും ഞാൻ എന്ത് ചെയ്താലും തിരക്കുള്ള എന്നെ ജനം അയക്കുമെന്ന് പറഞ്ഞാൽ അതൊരു വെല്ലുവിളിയാണ്. നേരത്തെ അദ്ദേഹം ഞാൻ ഏതോ ഒരു ചാനലിനകത്ത് നിന്ന് ഞാൻ കണ്ട്, ഏതോ ഒരു ലോക്കൽ ചാനൽ, ആ ചാനലിനകത്ത് ഉണ്ട്, ഇയാൾ എന്തിനാ മത്സരിക്കുന്നതെന്ന്, ഈ പന്നിയൻ എന്തിനാ മത്സരിക്കുന്നതെന്നൊരു ചോദ്യം ചോദിച്ചു പോലും. അത് അദ്ദേഹത്തിന് എന്തോ അപക്വമായ ഒരു സമീപനമാണ് എൻ്റെ കാര്യം. കാരണം ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ മത്സരിക്കാൻ നല്ല സാമ്പത്തിക ശേഷിയും ഓക്സ്ഫോർഡ് സർവകലാശാല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മിഥ്യാധാരണയത്. അതുപോലൊരു സ്ഥാനാർത്ഥി പറയാൻ പാടില്ല. വളരെ മോശമായി പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഞാൻ വായിച്ചേ ഉള്ളൂ, കൗമുദി TV-ലാണ്. ഈ മത്സരം അവര് രണ്ടുപേരും തമ്മിലാണ്, UDFും NDAയും തമ്മിലാണ് എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കാൻ ഈ രണ്ടുപേരും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അവർ രണ്ടുപേരും കൂടി അതാ ചെയ്യുന്നത്. ആരോപണം മാത്രമല്ല, ഇവിടെ ഒരുപാട് കാശ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. പണക്കൊഴുപ്പാണ് ഈ നാട്ടിൽ നടക്കുന്നത്. പണം കൊണ്ട് വോട്ട് പിടിക്കാം എന്നുള്ള ധാരണയും പോകുന്നുണ്ട്. ഒന്ന് പണം കൊണ്ട് വോട്ട് പിടിക്കാം, മറ്റത് അധികാരം കൊണ്ട് വോട്ട് പിടിക്കാം. ഈ ധാരണയുണ്ട് രണ്ട് കൂട്ടം കൊണ്ടുവന്നു. ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, പണം കൊണ്ട് വോട്ട് പിടിക്കാമെന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാർ അത്രയൊന്നും മോശക്കാരല്ല. തിരുവനന്തപുരത്തുകാർ വിവേകമുള്ളവരാണ്, വിജ്ഞാനമുള്ളവരാണ്, വകതിരിവുള്ളവരാണ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിലപാടുള്ള ആളുകളാണ് തിരുവനന്തപുരത്തുകാർ. അവർക്ക് പണം കൊടുത്തിട്ട് ആടിനെ കൊണ്ടുപോകുന്ന ചപ്പും കാടിയിൽ കൊണ്ടുപോകുന്ന പോലെ ആളുകളെ കൊണ്ടുപോകാൻ പറ്റില്ല. അത് ആ തിരുവനന്തപുരത്ത് ജനങ്ങളെ അവമാനിക്കല. ഞാൻ പറയുന്നത് എല്ലാ ആളുകളോടും ഞാൻ പറയുന്നത് എന്താ, വോട്ടർമാരോട് പറയുന്നത്, നിങ്ങൾ പണം തരുമെങ്കിൽ വാങ്ങിക്കോ, എല്ലാവരും വാങ്ങിക്കോ. പണം വാങ്ങിയിട്ട് വോട്ട് നമുക്ക് ചെയ്തോ, ഇടതുപക്ഷത്തിന്. വോട്ട് നമ്മുടെ മനസ്സാക്ഷിയാണ്. വോട്ട് കുത്തിക്കൊണ്ട് കാണിച്ചിട്ടില്ലല്ലോ. വോട്ട് ചെയ്തോ, നമുക്ക് വോട്ട് ചെയ്തോ. അതിങ്ങനെ ചെയ്യുന്ന എൻ്റെ ധാരണ, ജനങ്ങൾ അത്രമാത്രം ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത പ്രശ്നങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നിൽക്കുക. കാരണം ഞാൻ പറഞ്ഞു വെച്ചാൽ പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ രണ്ട് ഗവൺമെൻറ്റുകൾക്കും, കോൺഗ്രസിനും BJPക്കും. സാധാരണ രാത്രിയിൽ ഉള്ള ഭക്ഷണം രാത്രി ഭക്ഷണം സാധാരണ ഇതാണ്. ബീറ്റ് പൊറോട്ട ആയതുകൊണ്ടാണ് ഇവിടുന്ന് കഴിക്കുന്നത്. സാധാരണ ഞാൻ രാത്രി ഭക്ഷണം കഴിക്കുന്നത് വേണ്ട, ഇവിടെ വെച്ചിട്ടാണ്. നമ്മളെ രാധാകൃഷ്ണൻ്റെ കടയിലാണ്. ആ കടയിൽ രാത്രി എനിക്ക് 2 ദോശ എന്ന് പറഞ്ഞാൽ തട്ട് ദോശ, പിന്നെ എൻ്റെ ഇതും ചമ്മന്തിയും മതി, അത്ര മതി. ഭക്ഷണത്തിന് വലിയ ആർത്തിയില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു. പ്രചാരണം കഴിയുമ്പോൾ എന്തായാലും ഒരു 10 കഴിയും ഭക്ഷണത്തിന്. പിന്നെന്താ, സമയമില്ല. പ്രചരണം കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിലും സംസാരിച്ച് പിന്നെ ഈ പാവങ്ങളായ മനുഷ്യനല്ലേ, ആ മനുഷ്യരെന്താ ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നമ്മളെ സഹായിക്കാൻ വരുന്ന ആളുകൾക്ക് എന്താ അവർക്ക് വേറെ ഒരു ഗുണമുള്ളത്? ഒന്നുമില്ല. ഒരു ചായ പോലും ചിലപ്പോൾ വാങ്ങിക്കൊടുക്കില്ല. എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ അടുത്ത് പൈസയില്ല. എൻ്റെ ബാങ്കിലാകെ ഈ മാസം പെൻഷൻ വാങ്ങാതുകൊണ്ട് 59,000 രൂപ ആകെ ഉണ്ടായിരുന്നു. പെൻഷൻ്റെ കാശ് വാങ്ങിയില്ല. ആ പെൻഷൻ്റെ കാശ് ഇപ്പോൾ തിരിച്ച് വേണം, കാരണം വാങ്ങിയിട്ട് വേണം കൊടുക്കാൻ വരും. ഞാൻ ആർക്കും ബാലൻസ് ഉള്ള ആളില്ല. അപ്പം എനിക്ക് ഉള്ള വരുമാനം അതാ.
ആ വരുമാനം കൊണ്ട് പിന്നെ ഞാനെന്ത് ചെയ്യുക, അവസാനം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു പേഴ്സണായിട്ട് ഒരു ലെറ്റർ വാട്സപ്പിലിട്ട്, ആ ലെറ്ററിൻ്റെ ഗുണം അറിയോ നിങ്ങൾ? വന്നിരിക്കുന്നത് 10 രൂപ അയച്ച ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, അയാളൊരു കുറിപ്പ് എഴുതിയിരിക്കുന്ന ആ കുറിപ്പ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്ത വിഷമായി. ഇത് സാർ, താങ്കളുടെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കണമെന്നൊക്കെ ഉണ്ട്, ഞാൻ വീട്ടിൽ കിടപ്പായി പോയി, സുഖമില്ലാതെ കിടക്കുക, ഈ സുഖേട് മാറിയാൽ ഞാൻ വന്നിട്ട് ഞാൻ പണിയെടുത്ത് കുറച്ച് പൈസ തരാം. 10 രൂപ അയച്ച്, 10 രൂപ നമ്മളെ ഗ്രാമീൺ ബാങ്കിൻ്റെ ആ 10 രൂപക്ക് എനിക്ക് ഏറ്റവും വലിയ മൂല്യം ആ 10 രൂപ. ഇതുപോലെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ നമ്മളോട് ആത്മാർത്ഥമായി സഹായിക്കുന്നത് എന്തുകൊണ്ടാണ്? നന്മ എവിടെയോ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്, നന്മയുടെ ഭാഗത്താണ്. നിങ്ങൾ ഇയാൾ ആരാ മത്സരിക്കാൻ, ഇയാൾ എന്തിനാ മത്സരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് സാധാരണഗതി ഒരു അഹങ്കാരത്തിൻ്റെ ശബ്ദമാണ്. അതൊക്കെ അദ്ദേഹം പറഞ്ഞയാളാണെങ്കിൽ, പറഞ്ഞായിട്ടെന്ന് കൗമുദി ടി വിയിൽ ഞാൻ കണ്ടത്, പറഞ്ഞാണെങ്കിൽ അത് അപക്വമായി പോയി എന്നേ ഞാൻ പറയാനുള്ളൂ. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ്, നല്ല എഴുത്തുകാരനാണ്, നല്ല ചിന്തകനാണ്, നമ്മളെ നാട്ടിൽ ഏറെ അറിയപ്പെടുന്ന ഒരാളുമാണ്. അതുപോലുള്ള ഒരാൾ ഇതുപോലെ അപക്വമായൊരു വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ വാക്ക് അഹങ്കാരത്തിൻ്റെ വാക്ക് കൂടിയാകുമ്പം അത് വളരെ മോശമായി പോയെന്ന് ഞാനിപ്പോൾ പറയുന്നുള്ളൂ. വേറൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ആരെയും അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനത് നമ്മൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും മുടി വിഷയമാകുന്നുണ്ടോ എന്നുള്ളതാണ്. നീണ്ട മുടിയല്ല, അതൊന്നുമല്ല ഒരു നേതാവിൻ്റെ ലക്ഷണം എന്നുള്ള ഒരു മട്ടിലുള്ളൊരു കമൻറ്റ് നടത്തുകയുണ്ടായി NDA സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥി അങ്ങനെ ഒരു കമൻറ്റ്, അത് അതൊന്നുമല്ല. എന്ന് വെച്ചാൽ മുടി ഇത്തവണയും, ഞാനതൊരു ലൈറ്റായിട്ട് ചോദിക്കുകയാണ്, മുടി അത് വളരെ വിഷയമായ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടല്ലോ, ഇത്തവണ അതൊരു വിഷയമാകുന്നുണ്ടോ? 2005 തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയം മുടിയായിരുന്നു. ഇന്ന് അന്യൻ എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അതെ, അന്ന് അന്യൻ പ്രചാരണമായിരുന്നു ആ സമയത്ത്. ആ സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ച. അപ്പം അന്ന് എനിക്ക് വെള്ളറട ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്ത് രാത്രി ഒരു 10 മണിയായി അവിടെ എത്തുമ്പോൾ ഈ MP സ്ഥാനാർത്ഥി പരിപാടിയിൽ അവിടെ വെച്ച് ഒരു കന്യാസ്ത്രീ എനിക്കൊരു കത്ത് തന്നു. ആ കത്തിൽ അവർ പറയുന്നത്, സാറിൻ്റെ മുടിയാണ് പ്രശ്നം, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ച അതാ, എനിക്കൊരു അപേക്ഷയുണ്ട്, സാർ ഈ മുടി മുറിക്കരുത്. കാരണം ഈ മുടിയുടെ ഒരു ശക്തിയുണ്ട് സാറിന്. സാംസൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ബൈബിളിൽ. ആ കഥാപാത്രത്തിൻ്റെ ശക്തി മുടിയിലാണ്. മുടി പോയപ്പോൾ പോയി, അതുകൊണ്ട് സാർ മുറിക്കരുത്. ആ കത്ത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ പേരെഴുതിയിട്ടില്ല. അവരാരാണെന്ന് എനിക്കറിയില്ല. അവർ കാണാമറിയത്ത് നിൽക്കുക. അവർ ആരാണെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടുമില്ല. ഞാൻ പലയിടത്തും ഇത് പറഞ്ഞിട്ടുമില്ല. അത് മനസ്സിൻ്റെ വലിപ്പം. അത് ആ പാവപ്പെട്ട കന്യാസ്ത്രീ പറഞ്ഞത് അവരുടെ മനസ്സിൻ്റെ വലിപ്പം. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് അത്രമാത്രം അവർ നിരീക്ഷിക്കുന്നുള്ളതിൻ്റെ അർത്ഥം. പറഞ്ഞ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, ക്രൈസ്തവ സമുദായം കൂടി വളരെ നിർണായകമാകുന്ന ഒരു സ്ഥലമാണ് ഈ തീരദേശ മേഖല. അത് തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട 3 മുന്നണികൾക്കും രൂപത, ഇപ്പം അതിരൂപത അടക്കം, ലത്തീൻ സമുദായം അടക്കം, ലത്തീൻ രൂപത അധ്യക്ഷന്മാരടക്കം ഇടത് സർക്കാരിനെതിരെയൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക, കേസ് വരിക, അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു അരക്ഷിതാവസ്ഥ, അതിൻ്റെ ഒരു അതൃപ്തി എവിടെയെങ്കിലും കിടക്കുന്നുണ്ടായിരിക്കും? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതൊരു വലിയ വിഷയമായിരുന്നു. ആ വിഷയത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ഒരു പോളിസിയുണ്ട്, ഏത് കാര്യത്തിലും മാന്യമായ ഒരു തീരുമാനമേ എടുക്കൂ. പ്രത്യേകിച്ച് ഇതുപോലുള്ള സാമുദായിക സംഘടനകളും അവരുടെ കാര്യങ്ങളും. എന്നാൽ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായിരുന്ന ഈ സമരമുണ്ടല്ലോ, ആ സമരം നാട്ടിലതൊരു വലിയ പ്രശ്നമുണ്ടാക്കിയ സമരമാണ്. ആ കാര്യത്തിൽ അവരുടെ വികാരവും അവരുടെ പ്രശ്നങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കുന്ന നടപടിക്രമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആ കാര്യങ്ങൾ വരിക.
അന്ന് അവരുടെ പേരിലുണ്ടായിരുന്ന കേസുകൾ 157 കേസുകൾ വിഡ്രോ ചെയ്തു. ബാക്കി കേസുകൾ വരുന്ന കേസുകൾ ഇനി കോടതിയുമായി ബന്ധപ്പെട്ട തീർക്കേണ്ട കേസുകൾ. ഇതാ സത്യം. അവരും നമ്മളും തമ്മിലൊരു വിടവ് ഇല്ല. ഈ അങ്ങനെ ഒരു വിടവ് ഉണ്ടെന്നും അതുകൊണ്ട് അവിടെയാണ് കൃത്യമായി ഫോക്കസ് ചെയ്യുന്നത് എന്നും അവകാശപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പം NDAയുടെ പ്രചാരണമൊക്കെ ഏറ്റവും കൂടുതൽ നടന്നത് തീരദേശത്താണ്. അപ്പോൾ അങ്ങനെ ഒരു തീരദേശത്തെ കൂടുതൽ കയ്യിലെടുക്കാനുള്ള ഒരു നീക്കങ്ങൾ ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഏത് പ്രശ്നത്തെക്കുറിച്ചും നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റിന് ഏത് നിലയെക്കുറിച്ചും ഒരു നിലപാടുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലുള്ള മൈനോറിറ്റി ഗ്രൂപ്പുകൾ അവരെ വിഷയങ്ങളിൽ വളരെ സൂക്ഷ്മതയോടുകൂടി കാര്യം ചെയ്യാറുണ്ട്. എന്താ കാരണം? ഇന്ത്യയെ കാണുന്നുണ്ട് നമ്മൾ, ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് കേരളത്തിൽ നമ്മൾ തമ്മിലുള്ളൊരു ബന്ധം, ആ ബന്ധം സ്നേഹബന്ധം പോലുള്ളൊരു ബന്ധമാണ്. നമ്മൾ അങ്ങനെയാണ്. നമ്മളിവിടെ കണ്ടാൽ ചോദിക്കുന്നുണ്ടോ നിങ്ങൾ ഏത് സമുദായമാണ്, ഏത് മതമാണ്? ചോദിക്കുന്നില്ല. എന്താ കാരണം? നമ്മൾ മനുഷ്യർ തമ്മിലവിടെ ബന്ധപ്പെടുന്നത്. ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ദളിതനുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രതീക്ഷ വേണമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇന്നിപ്പോൾ പെരുന്നാൾ ദിവസമാണ്. കേരള സ്റ്റോറി രൂപതകളിൽ പ്രദർശിപ്പിക്കുന്നൊരു വിഷയം, അതുമായിട്ട് ബന്ധപ്പെട്ട് പെരുന്നാളിൻ്റെ ദിവസം തന്നെ KCYM ഒക്കെ അത് പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ഒരു വിഷയം നിൽക്കുന്നുണ്ട്. അതിലൊരു അജണ്ടയുണ്ടോ? കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് പ്രദർശിപ്പിക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രദർശിപ്പിക്കുന്നത് അതും ഒരു അപക്വമായ കാര്യമാണ്. നിങ്ങൾക്ക് ആ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടോ? ആ സിനിമ പക്ഷപാതപരമായൊരു സിനിമയാണെന്ന് എൻ്റെ നിഗമനം. ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അത് ഏതെങ്കിലും ഒരു സമുദായത്തെ നോക്കിക്കൊണ്ട് അവർക്കെതിരെയുള്ള ഒരു അറ്റാക്ക് ആ സിനിമ. അങ്ങനെയുള്ള സിനിമകൾ പറ്റില്ല, ന്യായമല്ല. ആ സിനിമ പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ച നടക്കുന്നത്. ആ ചർച്ച ഇങ്ങനെ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചത് തന്നെ ഇത് പ്രകോപനം ഉണ്ടാക്കാനുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് പ്രദർശിപ്പിച്ചത്. എന്തായാലും അത് അവർ തന്നെ അത് ആലോചിച്ച് ആ കാര്യത്തിൽ ഒരു ധാരണയുണ്ടാക്കി ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിൽ നിങ്ങൾക്ക് സാമുദായികമായ സംഘർഷമുണ്ടാക്കി ആ സംഘർഷത്തിൽ കൂടെ മുതലെടുക്കാൻ, കലക്ക വെള്ളത്തിന് മീൻ പിടിക്കാൻ കേരളത്തിൽ നടക്കില്ല. പരസ്പരം അറിയുന്ന മനുഷ്യരെ ഇവിടെ ഉള്ളത്. അത് മറക്കരുത്. തിരികെ എത്തുന്ന പ്രവാസികൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്നില്ല, വ്യവസായങ്ങൾ തുടങ്ങാൻ പറ്റുന്നില്ല എന്നൊരു പരാതിയൊക്കെ അതിൽ കുറച്ച് പരാതിയൊക്കെ വന്നിട്ടുണ്ട്. ആ പരാതിയൊക്കെ തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സഖാവ് പിണറായി തന്നെ അത് നേരിട്ട് നേതൃത്വം കൊടുത്ത് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കിപ്പം വിദേശത്ത് വരുന്ന ആളുകൾ അവരിവിടെ വന്നിട്ട് അവർക്ക് പല കാര്യങ്ങളിലും എന്ന് പറഞ്ഞാൽ സർക്കാർ ഓഫീസുകളിൽ പോയി കടലാസ് കിട്ടാൻ തന്നെ വലിയ പ്രയാസമുള്ള പല കേസുകളുണ്ടായിരുന്നു. ആ കേസുകളൊക്കെ സോൾവ് ചെയ്യുന്നതിന് ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അതിന് പറ്റിയ പ്രത്യേക സംവിധാനങ്ങളുണ്ട്. അവരത് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കേരളത്തിൻ്റെ മണ്ണിലുള്ള മനുഷ്യർ, ആ മനുഷ്യർക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ മുന്നണിക്ക് ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ നിലപാടുകളും കാഴ്ചപ്പാടുണ്ട്. അതൊന്നും വെറുതെ നമ്മളെ കൊണ്ടുപോയിട്ട് ഇതാക്കാനല്ല. മറ്റേ ഗൾഫുകാരെ അവർ കൊണ്ടുവരുന്ന പ്രസൻറ്റേഷൻ നോക്കിയിട്ട് നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, ആ ജനങ്ങൾക്കുള്ള ഉന്നതി, അവർക്കെന്താ ചെയ്യാൻ പറ്റുക, അത് അവരിവിടെ വന്നാൽ അവരെന്താ ചെയ്യണം. അവിടെ ചെന്നപ്പം ലേബർ ക്യാമ്പുകളിൽ, അത് ONB സാറ് പറഞ്ഞിട്ടുണ്ട്, ലേബർ ക്യാമ്പുകളിൽ ഈ തട്ടുതട്ടായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ, അത് മാത്രമല്ല, അത് ഏതോ ഒരു സിനിമയിൽ ഞാൻ കണ്ടിരുന്നു, ഒരാൾ അവിടുന്ന് മാറുമ്പോൾ, നാരായണൻ അവിടുന്ന് മാറുമ്പം നാരായണൻ പോയി മരിച്ചുപോയി. അപ്പോൾ അത് ഒഴിഞ്ഞപ്പോൾ അതിന് 3 ആൾ കാത്തു നിൽക്കുക, എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു. എന്തിന്? രാത്രി കിടന്നുറങ്ങാനുള്ള സൗകര്യം. ഇതാണ് ഗൾഫിൽ പലപ്പോഴും ലേബർ ക്യാമ്പുകളിൽ. ഞാൻ ലേബർ ക്യാമ്പിൽ പോയിട്ടുണ്ട് MBA ആയിരിക്കുമ്പോൾ. ഞാനവിടെ ചെന്നപ്പോൾ, സൗദി അറേബ്യ ചെന്നപ്പം, അവിടെ എനിക്ക് ഒഫീഷ്യൽ സ്റ്റാറ്റസൊക്കെയാണ് അവരൊക്കെ ഏർപ്പാട് ചെയ്ത്. അംബാസഡർ ആളുകളെ അയച്ചത് സ്വീകരിക്കാൻ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ വന്നത് പ്രൈവറ്റ് വിസിറ്റാണ്, എനിക്ക് ഒഫീഷ്യൽ സ്റ്റാറ്റസ് വേണ്ട. പാർലമെൻറ്റിൽ നിന്ന് മെസ്സേജ് പോകും, ഞാനവിടെ പോകുന്നത് പാർലമെൻറ്റിൽ മെസ്സേജ് പോകും, ഡൽഹിയിൽ നിന്നാണ് പോകുന്നത്. അപ്പം ഇയാളോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒഫീഷ്യൽ സ്റ്റാറ്റസ് വേണ്ട. അപ്പോൾ അദ്ദേഹത്തിനത് വലിയ കർണാടകക്കാരനായിരുന്നു അംബാസഡർ. അപ്പോൾ അയാൾക്ക് വലിയ എന്തോ ഒരു വല്ലാത്ത ഇതായി. അയാൾ ഈ സ്റ്റാറ്റസൊക്കെ മടക്കി അയച്ചല്ലോ. അയാൾ പറഞ്ഞു, ഒന്ന് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അയാളെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അടുത്ത ദിവസം എന്നോട് ചെന്ത പരിപാടി, ഞാൻ പറഞ്ഞു ലേബർ ക്യാമ്പിൽ പോകും, ഞാനും വരുന്നു എന്ന് പറഞ്ഞു. അത് ചരിത്രമാണ്. ലേബർ ക്യാമ്പിൽ പോയപ്പോൾ അവർക്ക്
അംബാസഡർ നേരിട്ട് കിട്ടിയല്ലേ, എല്ലാ പരാതി പറയാനുമുള്ള ഒരു സമയമായി. ഞാൻ പറഞ്ഞ അവരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കണ്ണീരും നമ്മളെ നാട്ടിൽ ആരും അറിയില്ലല്ലോ. അതെ, എന്തായാലും വിഷുവിനും പ്രചാരണത്തിൽ നിന്ന് ഒഴിവുണ്ടാവില്ലായിരിക്കും അല്ലേ? നല്ല തിരക്ക് തന്നെയായിരിക്കും. പക്ഷെ എനിക്ക് വീട്ടിലത് പ്രശ്നമില്ല. എൻ്റെ വീട്ടിൽ ഓണവും വിഷു എല്ലാ ആഘോഷവും. വിഷുവിനൊന്നുണ്ട്, വിഷുക്കൈ നീട്ടം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഓണത്തിനും വിഷുവിനും എല്ലാം നമ്മുടെ നാട്ടിൽ എൻ്റെ വീട്ടിൽ പ്രത്യേകത ക്രിസ്മസാണ്. കാരണം എൻ്റെ വീട് പഴയ വീട് പൊളിഞ്ഞു പോയിട്ട് ഒരു സർക്കാരിൻ്റെ ഭവന പദ്ധതി ഉണ്ടല്ലോ, അന്ന് കൊച്ചു വീട്, അന്ന് 20,000 രൂപയാണ്. ആ കാശ് എനിക്ക് കിട്ടിയിട്ട് എൻ്റെ വീടുണ്ടാക്കിയിട്ട് വീട്ടിൽ കൂടിയത് ക്രിസ്മസിനാണ്. ആരോടും പറയാതെ ഞാനും എൻ്റെ ഭാര്യയും മക്കളും കൂടി ഒരു കേക്ക് മുറിച്ച് വീട്ടിൽ കൂടി. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ അത് കൃത്യമായിട്ടും ആഘോഷിക്കും. പിന്നെ വിഷുവിന് പിന്നെ കൈ നീട്ടാം. വിഷു കൈ നീട്ടത്തിൻ്റെ ഒരു കഥയുണ്ടായിരുന്നു. എന്നും കൈ നീട്ടം അമ്മ തരും. അമ്മയുടെ 50 പൈസയാണ്. പിന്നെ അമ്മ മരിച്ച് എൻ്റെ ഭാര്യ സ്വരൂപിച്ച് തരും. ഭാര്യ അത് പിന്നെ 10 രൂപയായി. അപ്പോൾ ഞാനൊരു തവണ നാഷണൽ കൗൺസിൽ മീറ്റിങ്ങിന് പോയി. വിഷുവിനാണ്, അവർക്ക് വിഷുവൊന്നുമില്ലല്ലോ. അന്ന് എനിക്ക് എൻ്റെ കയ്യിൽ വിഷു കൈ നീട്ടം തരാൻ ആളില്ല. എൻ്റെ മനസ്സ് വല്ലാത്ത വിഷമം. വിഷു കൈ നീട്ടം. അപ്പോഴാണ് PS ശ്രീനിവാസൻ, പഴയ റവന്യൂ മന്ത്രി, രാവിലെ അദ്ദേഹം വന്നിട്ട് രവി എന്ന് പറഞ്ഞ് വിളിച്ച് 2 രൂപേൻ്റെ ചുവന്ന നോട്ട് തന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു നിധി കിട്ടിയ മാതിരിയാണ് 2 രൂപ വിഷു കൈ നീട്ട്. സന്തോഷമായി. അതും ഞാൻ പോക്കറ്റിൽ ഇതാ ഒരു ചെറിയ ഡയറി, ഇതുപോലുള്ള ഡയറീൻ്റെ അകത്ത് ചുവന്ന കവറിലുള്ള ഡയറിയാണ്. ആ ഡയറിക്കകത്ത് കവറിനിടയിൽ എഴുതി വെച്ച് 2 രൂപ. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറിയാണ്, ജില്ലാ സെക്രട്ടറി. തലശ്ശേരിയിലൊരു പരിപാടിക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ പോക്കറ്റ് അടിച്ചു പോയി. എനിക്ക് ആ പോക്കറ്റ് അടിച്ചു പോയാൽ ഒന്നുമില്ല, വേറെ 2 രൂപയേ ഉള്ളൂ. അത് ഈ വിഷുക്കൈന്ന് കിട്ടാം. അതെൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമായി. PS തന്ന കാശ് 2 രൂപ ഞാൻ അതിനുള്ളിൽ സൂക്ഷിച്ച് വെച്ചതാണ്. അപ്പോൾ ഞാനിങ്ങനെ ദുഃഖിതനായി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പോയതൊരു വെള്ളിയാഴ്ചയാണ്. തിങ്കളാഴ്ച രാവിലെ എനിക്ക് തപ്പാലിൽ തിരിച്ച് വന്നൊരു പാർസൽ. അതിൻ്റെ അകത്ത് ഈ 2 രൂപയുണ്ട്, ഇതുണ്ട്. എന്നിട്ട് അതിനകത്ത് എൻ്റെ സിസ്റ്ററെ തെറി, എൻ്റെ ജന്മത്തിലില്ലാതെ തെറി. 3 തവണ ഞാൻ ശ്രമിച്ച്, പിന്നെ പറയേണ്ട വാക്കൊന്നും പറയാൻ പറ്റില്ല. ഇതിനകത്ത് തെറി മുഴുവൻ എഴുതിയിട്ട് പറഞ്ഞു, പോടാ തെണ്ടി നടക്കുന്നു. ഞാൻ വേറെ ഒരുത്തരം പോയിട്ട് മോട്ടിച്ച് അതിനകത്ത് 5 രൂപ ഇനി ചായയെങ്കിലും പോയി കുടിക്കും. ആ 5 രൂപ ഞാനൊരു അന്തന് കൊടുത്ത് 5 രൂപ. ആ 2 രൂപ സൂക്ഷിച്ചിട്ട് ആ 2 രൂപ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഇതുപോലുള്ള ഘട്ടങ്ങളിൽ പലപ്പോഴും നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള പാഠങ്ങളുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ആ പാഠങ്ങളാണ് ഇതൊക്കെ ഈ യാത്രയിൽ ഞാൻ പലപ്പോഴും ഉണ്ടായത്. എൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നും നേട്ടമൊന്നും വേണ്ട, നമ്മളിങ്ങനെ ജീവിച്ചാൽ മതിയല്ലോ. ഇതെന്താ വേറെ ഇരിക്കുന്നത്? നിങ്ങൾ അവസാനമായി മനുഷ്യനെന്താ കൊണ്ടുപോകുന്ന പുറത്ത് കൊണ്ടുപോകില്ല. ആ കാലത്ത് നമ്മൾ മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തെങ്കിൽ അത് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവും ചെയ്യും, അവരെ മനസ്സിനകത്ത് ഉണ്ടാവും. നമ്മളൊരു പാവപ്പെട്ട മനുഷ്യൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ അത്രയേ ഉള്ളൂ. അവരുടെ വിഷുവിൻ്റെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത്രയും സമയം നമുക്കൊപ്പം ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുക എന്നുള്ളത് വലിയ കാര്യമായിരുന്നു. അതോടൊപ്പം തന്നെ ആ സംഭാഷണങ്ങളും ഏതായാലും അത് ഞങ്ങൾക്ക് ഏറെ സന്തോഷകരം. ഈ സമയത്തിനൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി. ഞങ്ങൾക്കൊപ്പം ഒന്നാമത് എനിക്ക് ഇതൊക്കെ വലിയ കാര്യമാണ്. ഒന്ന് നിങ്ങളുമായിട്ടുള്ള ബന്ധം. ഈ പത്രപ്രവർത്തകരൊക്കെ ആയ ആളുകൾ അവരും സമൂഹത്തിൽ നമ്മളെപ്പോലെ ജീവിക്കുന്ന ആളുകളാണ്. പത്രപ്രവർത്തകരും സമൂഹം തമ്മിലൊരു ബന്ധമുണ്ട്. ഈ സമൂഹത്തിന് നമ്മുടെ 4th എസ്റ്റേറ്റ് എന്ന് പറയുന്നതാണ്. നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഒരു 4ാമത്തെ തൂണാണ് ഇത്. അതുകൊണ്ട് പത്രപ്രവർത്തകരും മീഡിയ പ്രവർത്തകരും തമ്മിൽ എനിക്കൊരു വൈകാരിക ബന്ധമുണ്ട്. കാരണം സമൂഹത്തിലെ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ആ ബന്ധം കൊണ്ട് കൂടിയാണ് ഇത്ര സമയമായെന്നാണ് ഞാൻ സമയം അറിഞ്ഞതേ ഇല്ല. തീർച്ചയായിട്ടും സന്തോഷം. ഓക്കെ.